പരിശുദ്ധ തൃത്വനാമം വാഴ്ത്തപ്പെടട്ടെ. കർത്താവിൽ സ്നേഹിക്കപ്പെട്ടവരെ, കുരിശിനെ ധ്യാനിക്കുന്ന നാളുകളിലൂടെയാണല്ലോ നാം കടന്നു പോകുന്നത്. കുരിശിൻ്റെ ചരിത്രം ക്രിസ്തുവിന് മുമ്പ് ഏതാണ്ട് 519 വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ചതാണ്. ദാരിയൂസ് ഒന്നാമൻ എന്ന പേർഷ്യൻ രാജാവിൻ്റെ കാലം. ഏതാണ്ട് 3000-ലധികം രാഷ്ട്രീയ എതിരാളികളെ കൊന്ന് കുരിശിൽ തറച്ച് കൊല്ലുന്ന സംഭവം ചരിത്രതാളുകളിൽ നാം വായിക്കുന്നുണ്ട്. ക്രിസ്തുവിന് മുമ്പ് റോമാക്കാർ അല്ലാത്തവരെയും ശിക്ഷിച്ചിരുന്നതും കുരിശിലാണെന്ന് ചരിത്രം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ജീവിതമൊക്കെ മരണത്തിൽ അവസാനിക്കുന്നുവെന്ന് ചിന്തയുള്ള കുറേ ആളുകൾ ജീവിച്ചിരുന്ന കാലം. അതുകൊണ്ടാണല്ലോ ക്രിസ്തുവിൻ ക്രൂശിൽ കിടക്കുമ്പോഴും ഒരുപറ്റം ആളുകൾ താഴെ നിന്ന് ക്രിസ്തുവിനെ നോക്കി വിളിച്ചു പറയുന്നുണ്ട്, നീ നിന്നെ തന്നെ രക്ഷിക്കുക, ഞങ്ങളെയും രക്ഷിക്കുക എന്നിങ്ങനെ. എന്നാൽ മരണത്തിനുമപ്പുറം ജീവിതമുണ്ടെന്ന് മനസ്സിലായത് ക്രിസ്തുവിൻ്റെ വലതുഭാഗത്ത് നിന്ന കള്ളനാണ്. അവൻ പറഞ്ഞു, കർത്താവേ, നിന്റെ രാജ്യത്തിൽ എന്നെയും കൂടി ഓർക്കണമേ എന്ന് വിളിച്ചു പറയുന്നൊരനുഭവമുണ്ട്. കുരിശാവുക എന്ന് നാം സാധാരണ പറയാറുണ്ട്. പലപ്പോഴും മറ്റുള്ളവർക്ക് വേദനയും മറ്റുള്ളവർക്ക് ദുഃഖങ്ങളും സമ്മാനിക്കുന്നവനെ നമ്മൾ കുരിശാവുക എന്ന് പറയാറുണ്ട്. എന്നാൽ ക്രിസ്തു കുരിശായത് ഒരു പോസിറ്റീവ് തിങ്കിങ്ങിലാണ്. മനുഷ്യരൂപം തന്നെ കുരിശാകൃതി ആണല്ലോ. ഇരുകരങ്ങളും ഇരുവശങ്ങളിലേക്ക് നീട്ടി നിന്ന് കുരിശായി കാട്ടിത്തന്ന ക്രിസ്തു, അതാണ് നമ്മുടെ രൂപവും. അപ്പം ഞാനും നീയും കുരിശാവുക എന്നാൽ കൂടെയുള്ളവർക്ക് താങ്ങാവുക, തണലാവുക, കരുതലാവുക എന്നാണ്. മരണനാഴികയിൽ പോലും ക്രിസ്തു തൻ്റെ ഇരുവശങ്ങളിലുള്ളവരെ മാടി വിളിക്കുന്നുണ്ട് തന്നോട് ചേരുവാൻ. എന്നാൽ അതിൽ ഒരുവൻ മാത്രമേ ആ വിളി തിരിച്ചറിയുന്നുള്ളൂ. അവനാണ് നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും കൂടി ഓർക്കണമേ എന്ന് വിളിച്ചു പറയുന്നത്. അതുകൊണ്ട് ഈ ലോകത്തിൽ പ്രിയമുള്ളവരെ, നാം ജീവിതത്തിൽ കുരിശായി മാറുക എന്ന് പറയുന്നത് കുരിശിലൂടെ ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്ന ഒരനുഭവമായി നമ്മുടെ ജീവിതം രൂപാന്തരപ്പെടേണ്ടത് ഏറെ ആവശ്യമാണ്. കുരിശിൽ ദൈവത്തെ ദർശിക്കുവാൻ നമുക്ക് സാധ്യമാകണം. അതിന് ഹൃദയം വിശുദ്ധിയുള്ളതായി മാറേണ്ടതാണ്. തിരുവചനം ഓർമ്മപ്പെടുത്തുന്നത് പോലെ, ഹൃദയ വിശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ഉള്ളിലെ ആൾപ്പെരുപ്പം വല്ലാതെ പൊടിപടലമുയർത്തുന്നുണ്ട്. പൊടി തിന്നാൻ പാമ്പ് വരാതിരിക്കുന്നത് എങ്ങനെയാണ്? തകർക്കണം ആ സർപ്പത്തിൻ്റെ തല. ദൈവകരുണയുടെ പനിമഞ്ഞ് പൊഴിയണം. അതിന് നീയും ഞാനും പ്രാർത്ഥിക്കണം. ദൈവം അനുഗ്രഹിക്കട്ടെ.